ഈ ഒരു ചട്ടലംഘനം നടത്തി എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. മാധ്യമത്തിൽ വന്ന് പറയേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. മന്ത്രിയുമായും അദ്ദേഹം സംസാരിച്ചിരുന്നു. മന്ത്രി അദ്ദേഹത്തെ ആശുപത്രിയിൽ വന്ന് സന്ദർശിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഈ ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട ക്ഷമ ചോദിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, നമ്മളിപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം കേട്ടിരുന്നു. അദ്ദേഹം അല്ലാതെ മാനസികമായി വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. ഈ വിവാദങ്ങളൊക്കെ ഇനി അവസാനിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. KGMCT ഇന്നലെ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഹാരിസ് ചിറക്കലിനെയും ആരോഗ്യമന്ത്രി കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുണ്ടായിരിക്കുന്ന വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കാനുള്ളൊരു ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ KGMCTയുടെ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തായാലും അവരും പങ്കുവയ്ക്കും. നിലവിൽ ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇനി കൂടുതൽ വിവാദത്തിന് താനുമില്ല എന്നൊരു നിലപാടിലേക്ക് ഹാരിസ് ചിറക്കലും എത്തുന്നു. അതാണ് അല്പസമയങ്ങൾക്ക് മുൻപ് കണ്ട പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. നിലവിൽ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്, ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിക്കുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാകില്ല, തുടർ ചർച്ചകൾ ഉണ്ടാകില്ല, റിപ്പോർട്ടിലും കാര്യമായ പരാമർശങ്ങൾ ഉണ്ടാകില്ല. ചട്ടലംഘനം, ഈ സർവീസ് ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ അന്വേഷണ സമിതി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. അത് സംബന്ധിച്ച വിഷയത്തിലും കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. പൊതുജന വികാരം കണക്കിലെടുക്കുകയാണ് സർക്കാർ. ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതികരണവുമായി മുന്നോട്ട് പോയാൽ, ഇനിയും വിവാദവുമായി മുന്നോട്ട് പോയാൽ അത് തിരിച്ചടിയാകും എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നിലപാടിൽ നിന്നും പിൻവലിയുന്നത്. ഒരു കൂടിപ്പോയാൽ ഈ ചട്ടലംഘനം സംബന്ധിച്ച വിഷയത്തിൽ ഒരു താക്കീത് പോലെ ചെറിയ ഏതെങ്കിലും നടപടി ഉണ്ടായാൽ മാത്രം അതിനുള്ള സാധ്യത മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റ് കടുത്ത നടപടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഹാരിസ് ചിറക്കൽ കഴിഞ്ഞ കുറേ ദിവസമായി ആശുപത്രിയിൽ നിന്നും ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ജോലിയിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ നേരത്തെ DME നൽകിയ ഒരു വിശദീകരണം ചോദിച്ച് നൽകിയ ഒരു കത്തുണ്ട്, അതിന് മറുപടി നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മറുപടി കൂടി ലഭിച്ചാൽ വിശദമായ റിപ്പോർട്ട് DME ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതോടുകൂടി ഈ വിവാദം അല്ലെങ്കിൽ ഈ ചർച്ച പൂർണ്ണമായും. അതേപോലെ തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ മറ്റൊരു കാര്യം, സർക്കാരിനെതിരെ ഒന്നും അദ്ദേഹം പറയുന്നില്ല. ആരോഗ്യമന്ത്രിയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം, ഇത് സർക്കാരിലേക്ക് ഈ വിവരങ്ങൾ എത്താതിരുന്നതാകാം എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മന്ത്രി വന്നിരുന്നു, കണ്ടിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ സർക്കാരിനെ ഹാരിസ് ചിറക്കൽ പഴിക്കുന്നില്ല. ഈ സർക്കാരിലേക്ക് ഈ കാര്യങ്ങളൊന്നും എത്താതിരുന്നതാകാം എന്നുള്ളതാണ് ഡോക്ടർ മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച്, യൂറോളജി വിഭാഗത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് താൻ അറിയിച്ചിരുന്നു എന്ന് നേരത്തെ ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു. അത് മന്ത്രിയുടെ ഓഫീസിലെ PS ആയിട്ടുള്ള സജീവനെ അറിയിച്ചു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. അപ്പോൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഹാരിസ് ചിറക്കൽ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ആ ഒരു കടുത്ത നിലപാട്, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള ആ നിലപാട്, അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദി എന്നുള്ള നിലയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അത് മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിട്ട് പോലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ ആ കടുത്ത നിലപാടിൽ നിന്നും ഒരു അല്പം പിൻവലിയുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടുള്ള സംസാരം നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം KGMCT എന്ന് പറയുന്ന സംഘടനയും ആരോഗ്യമന്ത്രിയുമായും മറ്റുമൊക്കെ സംസാരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘടനകളൊക്കെ ഇടപെട്ട് ഈ വിഷയം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിൽ നിന്നും സർക്കാരും ഹാരിസ് ചിറക്കലും ആദ്യം എടുത്ത കടുത്ത നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും സംയുക്തമായ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഹാരിസ് ചിറക്കലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നു. അങ്ങനെ ഹാരിസ് ചിറക്കലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ആ വാർത്താ സമ്മേളനം അവസാനിക്കുന്നു. പക്ഷേ അതിന്റെ ഉദ്ദേശലക്ഷ്യം പാളിപ്പോയി എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം പക്ഷേ ഹാരിസ് ചിറക്കലിന് വേണ്ടിയുള്ള മുറവിളികളായിരുന്നു എങ്ങും ഉയർന്നത്. ഹാരിസ് ചിറക്കലിന് വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നു, അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പൊതുവികാരം ഉയർന്നു വരുന്നു. ഇതെല്ലാം തിരിച്ചടിയാകുമെന്ന നല്ല ബോധ്യം സർക്കാരിനുമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാകണം ഒരുപക്ഷെ ഈ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഹാരിസ് ചിറക്കലിനെ ബോധ്യപ്പെടുത്തുന്നതിൽ കൂടി സർക്കാർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹാരിസ് ചിറക്കലിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് കുറെ അധികം ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയാണ്. ജയലക്ഷ്മി. ശരി അമൽ, എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇനി താൻ മാധ്യമങ്ങളെ കാണില്ല, മറ്റ് പ്രതികരണങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ നൽകും എന്നതടക്കമാണ് അദ്ദേഹം പങ്കുവച്ച പ്രതികരണം.